ഹർത്താലിൻ്റെ അന്നെടുത്തൊരു പിക്കാണ്. രണ്ടുപേർക്കും ഡ്യൂട്ടിയില്ല. കുറേ നേരം ഉമ്മറപ്പടിയിൽ ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ട്, അതൊന്ന് വൃത്തിയാക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. കുറച്ചൊക്കെ പണിയെടുത്ത് കഴിയുമ്പോഴത്തേനും രണ്ടുപേർക്കും ദേഹമൊക്കെ ചൊറിയാൻ തുടങ്ങി കേട്ടോ. പുഴയിൽ പോയി കുളിച്ചാലോന്നേ. അപ്പം ഞാനാണ് ടൈഡ് പറഞ്ഞു കൊടുത്തു, പുഴയിൽ കൊണ്ട് നമുക്ക് തോട്ട് പോയാലോന്ന്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടൊരു തോടുണ്ട്, അങ്ങോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല വീതിയിൽ ഒഴുകുന്ന തോടാണ്, അതുകൊണ്ട് പുഴയാണോ എന്ന് തോന്നിപ്പോവും. തിരിച്ച് വീട്ടിൽ വന്നിട്ട് അരിയൊക്കെ ഇട്ടു, ദോശയൊക്കെ ചുട്ടു കൊടുത്തു. പിന്നെ എന്തിനാന്ന് അറിയേണ്ടത്, തലേ ദിവസം വെള്ളത്തിൽ വെച്ച പച്ചരിയാണ് കേട്ടോ ഇത്. തലേ ദിവസത്തെ കറികളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ആ നട്ടാ പൊട്ടുന്ന വെയിലത്ത് മലമ്പുഴയിലോട്ടാണ് കേട്ടോ പോയത്. വട്ടോണമെന്നൊക്കെ തോന്നിപ്പോകും, എന്നാലും ഞങ്ങൾ വെറുതെ ഇങ്ങോട്ട് വന്നു. വരുന്ന വഴിയിലേ ഒരു കുഞ്ഞു കട തുറന്നിട്ടുണ്ടായിരുന്നു, അവിടുന്ന് ഒരു കുപ്പി സ്പ്രൈറ്റൊക്കെ വാങ്ങി കയ്യിൽ പിടിച്ചിട്ടാണ് കേട്ടോ വന്നത്. മലമ്പുഴയിൽ വെള്ളമൊക്കെ കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഇവിടെയും ചെറിയ ചെറിയ കടകളൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ. വീട്ടിലുള്ള കടകളായതുകൊണ്ടാണ് തോന്നുന്നു തുറന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് വെട്ടുകേക്കും റസ്ലും എന്തോ ഒരു വായി തോന്നിയ പേരില്ലാത്തൊരു മിഠായൊക്കെ വാങ്ങി. പിന്നെ കുറേ ഉപ്പിലിട്ടൊക്കെ കഴിച്ചു. നല്ല ചൂട് പൊക്കവടിയും ചായയൊക്കെ കുടിച്ച് അങ്ങനെ കുറേ നേരം മലമ്പുഴയിലിരുന്നു കേട്ടോ. ഇവിടെ വന്നെന്ന് പറഞ്ഞാലേ എത്ര വന്നാലും മടുക്കില്ല, പിന്നെയും വരാൻ തോന്നും. ഞങ്ങൾ മിക്ക ദിവസങ്ങളും ഇവിടെ വരാറുണ്ട്. അങ്ങനെ ഇനി ഇവൻ്റെ അടുത്ത പ്ലാന് ഡാമിൻ്റെ ഉള്ളിൽ കൂടെ പോകാം. വെള്ളം വറ്റിയതുകൊണ്ട് തന്നെ ഡാമിൻ്റെ ഉള്ളിലോട്ട് വണ്ടി ഇറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ ചാല് കയറി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടിയും കൊണ്ട് പോകാൻ പറ്റില്ല. തിരിച്ച് വരുന്ന വഴി ഒരു മരത്തിൽ നിറച്ച് അയിനിച്ചൊക്കെ കണ്ടു കേട്ടോ. അധികം മൂപ്പായതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അത് പൊട്ടിക്കാൻ നിന്നില്ല. തിരിച്ച് വന്ന ഒരു പാറപ്പുറത്ത് തണലത്ത് കുറേ നേരം ഇരുന്ന് ഡാമൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു 2 പേര് അവിടെ ഇറങ്ങി കുളിക്കുന്നുണ്ട്. സ്വയം അപകടം വിളിച്ചു വരുത്താന്ന് അറിയില്ല, എന്തിൻ്റെ കേടല്ലേ, നമ്മൾ എത്ര കൊണ്ടാലും പഠിക്കില്ല. പിന്നെ 2 സാറുമാർ പോയി ചീത്തയൊക്കെ പറഞ്ഞ് അവരെ കരക്ക് കയറ്റി കേട്ടോ. പിന്നെ ഞങ്ങളിത് കുറച്ച് റീലൊക്കെ എടുത്തു. അപ്പോൾ അത്രേ ഉള്ളൂ.